നീ എന്തിനാണ് അച്ഛൻ്റെ റൂമിലേക്ക് ഏത് സമയം കയറിപ്പോണത്? അച്ഛന് നിന്നെ മാത്രമേ കണ്ടാൽ മതി, ഞങ്ങൾ ആരെയും കാണണ്ട, നീ പറയണത് അനുസരിക്കണം എന്നൊക്കെയാണ് അച്ഛൻ പറയുന്നത്. നീ ആരാണ് ഇവിടുത്തെ? നീ ഇവിടുത്തെ വെറും വേലക്കാരിയല്ലേ എന്നൊക്കെ പറഞ്ഞ് ബബിത ഇങ്ങനെ ഷൗട്ട് ചെയ്യുമ്പോൾ അലീന പറയുന്നുണ്ട് ബബിതയോട്, അതെ ഞാൻ നിന്നെ പോലെ അത്രയ്ക്ക് ചീപ്പല്ല, നീ വല്ല അലവലാതി ചെറുക്കന്മാരെയും വീട്ടിൽ വിളിച്ച് കയറ്റിയിട്ട് നിന്റെ ബെഡ്റൂമിലോട്ട് കൂട്ടിക്കൊണ്ടു പോകുന്നത് പോലെയല്ല ഞാൻ നിന്റെ അച്ഛൻ്റെ റൂമിലോട്ട് കയറി ചെല്ലുന്നത്. ഞാൻ നിന്റെ അച്ഛൻ്റെ റൂമിലോട്ട് കയറി ചെല്ലുന്നത് ആ അച്ഛൻ്റെ മകളായിട്ടാണ്, ആ മകളെ പോലെ കണ്ടിട്ടാണ്, ഞാൻ എൻ്റെ അച്ഛനെ പോലെ കണ്ടിട്ടാണ് എന്ന് അലീന ഇങ്ങനെ പറയട്ടോ. ആ പറയണത് അലീന പറഞ്ഞത് കേട്ടതും ബബിത ആകെ പേടിച്ചു പോകുന്നുണ്ട്. കാരണം ഈ സംഭവങ്ങളൊന്നും വൈജയന്തി അറിഞ്ഞിട്ടില്ല. വൈജയന്തി ആകെ ഷോക്കാവുന്നുണ്ട് കേട്ടോ ഈ കാര്യം കേട്ടതും. അപ്പോൾ വൈജയന്തി പെട്ടെന്ന് എന്താ നീ പറഞ്ഞത് എന്ന് ചോദിച്ചുകൊണ്ട് അടുത്തേക്ക് വരികയാണ്. അപ്പം ഒന്നുമില്ല എന്നുള്ള രീതിയിൽ ഒഴിഞ്ഞു മാറാൻ നിൽക്കുകയാണ് അലീന. അല്ല, ഇവളെപ്പോഴാണ് ഇവിടെ കണ്ട അലവലാതി ചെക്കന്മാരെയും കൂട്ടി വീട്ടിലേക്ക് വന്നത്, എന്നിട്ട് ബെഡ്റൂമിലോട്ട് കൂട്ടിക്കൊണ്ടു പോകുന്നത് എപ്പോഴാണ് എന്നൊക്കെ ചോദിക്കുമ്പോൾ നീ എന്തൊക്കെയാണ് പറഞ്ഞത് എന്നൊക്കെ ചോദിക്കണം. എന്താടി ബബിത ഞാൻ ഈ കേട്ടത് എന്നൊക്കെ ചോദിക്കുമ്പോൾ അത് അമ്മേ ഇവള് വെറുതെ ഉണ്ടാക്കി പറയുന്നതാണ്, എൻ്റെ ഒരു ഫ്രണ്ട് അന്ന് ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു, അത് വന്നത് ഇവർക്ക് ഇഷ്ടപ്പെട്ടില്ല, അവൻ ഇവിടെ വന്നിട്ട് ഞങ്ങളിങ്ങനെ സംസാരിച്ചുകൊണ്ടിരുന്നത് അവൾക്ക് ഇഷ്ടപ്പെട്ടില്ല, അല്ലാതെ ഞാൻ റൂമിലേക്കൊന്നും കൊണ്ടുപോയിട്ടില്ല അമ്മേ, ഇവിടെ ലിവിങ് റൂമിൽ ഇരുന്ന് സംസാരിക്കുകയായിരുന്നു, എന്നിട്ട് ഇവിടെ ഇരുന്ന് സംസാരിക്കാൻ പറ്റത്തില്ല എന്നും പറഞ്ഞിട്ട് അവനെ ഇവിടുന്ന് ഓടിച്ചു വിടുകയാണ് ചെയ്തത് എന്ന് പറഞ്ഞ് കളം മാറ്റി ചവിട്ട് കേട്ടോ. അപ്പോൾ അലീന പറയുന്നുണ്ട്, നിനക്കേ നല്ല കഴിവുണ്ട് ഇങ്ങനെ അവസരത്തിനനുസരിച്ച് ഇങ്ങനെ മാറ്റി പറയാനായിട്ട്. എന്താണ് ഉണ്ടായത് എന്ന് എനിക്കും അറിയാം, നിനക്കും അറിയാം, മുത്തശ്ശിക്കും അറിയാം. ഞാൻ ഇതുവരെ ആരോടും അത് പറഞ്ഞിട്ടില്ല. ഇപ്പം നിന്റെ അച്ഛനോട് പോലും ഞാൻ ഈ കാര്യങ്ങളൊന്നും പറഞ്ഞിട്ടില്ല. ഇനി ഒരു തവണ കൂടി ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ കേൾക്കേണ്ടി വന്നിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിന്റെ അച്ഛനെ ഞാനിത് അറിയിക്കുന്നതായിരിക്കും എന്നൊക്കെ അലീന ആ സമയത്തും ഭീഷണിപ്പെടുത്തുമ്പോൾ നീ ഒന്ന് പോടിയോടുന്നു, എനിക്കറിയാം എൻ്റെ ലൈഫ് എങ്ങനെ ജീവിക്കണമെന്ന്, നീ പറഞ്ഞു തന്നിട്ടും പഠിപ്പിച്ചു തന്നിട്ടും വേണ്ട എന്നൊക്കെ പറഞ്ഞ് ബബിത അവിടുന്ന് പെട്ടെന്ന് പോകുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈ കേട്ടത് ശരിക്കും വിശ്വസിക്കാനാവാതെ ഇങ്ങനെ ആ ഗന്ധം വിട്ട് ഇങ്ങനെ നിൽക്കുകയാണ് വൈജയന്തി. അപ്പോൾ ബബിത ഇങ്ങനെ പറയുന്നുണ്ട്, എങ്ങനെയാ തള്ളാര് ഇങ്ങനെയൊക്കെ എന്തൊക്കെയാണ് കാണിച്ചു കൂട്ടുന്നത്, അതുപോലെയൊക്കെ തന്നെയല്ലേ മക്കളും വഴിയുള്ളൂ എന്നിങ്ങനെ പറയട്ടോ. അമ്മമാർ ഇങ്ങനെ പണ്ടത്തെ കാലത്ത് എന്തൊക്കെ കാണിച്ചു കൂട്ടിയിട്ടുണ്ടോ ആ ഒരു സ്വഭാവം തന്നെ മക്കളിലും വരുള്ളൂ എന്നിങ്ങനെ പിറുപിറുക്കുകയാണ്. എന്താ നീ പറഞ്ഞത്, ഞാൻ എന്ത് കാണിച്ചു എന്നാ നീ പറയുന്നത് എന്നൊക്കെ ചോദിച്ചുകൊണ്ട് വൈജ വീണ്ടും ദേഷ്യപ്പെട്ടുകൊണ്ട് അലീനയോട് സംസാരിക്കുമ്പോൾ എനിക്കറിയാൻ പാടില്ല നിങ്ങൾ എന്താ കാണിച്ചു കൂട്ടിയെന്നോ ചെയ്തതൊന്നും, പക്ഷെ ഞാനൊരു പൊതു തത്വം പറഞ്ഞ ഒരു പഴഞ്ചൊല്ല് പറഞ്ഞതാണ്, അമ്മ വേലി ചാടിയാൽ മോള് മതിൽ ചാടും എന്നുള്ളൊരു പഴഞ്ചൊല്ലുണ്ടല്ലോ, അത് ഞാൻ പറഞ്ഞതാണ് എന്നിങ്ങനെ പറയട്ടോ. അപ്പം അങ്ങനെ ഒരു പഴഞ്ചൊല്ലാണ് അലീന പറയുന്നത്. അത് കേട്ടിട്ടാണ് വൈജ അലീനയോട് ദേഷ്യപ്പെടുന്നത്. ഇവർ സംസാരിച്ചുകൊണ്ട് നിൽക്കുന്ന സമയത്താണ് ബാലചന്ദ്രൻ താഴേക്ക് ഇറങ്ങി വരുന്നത് കേട്ടോ. അപ്പോൾ ഇവിടെ ആരുടെയും ശബ്ദം ഒന്നും കേൾക്കാതായപ്പോൾ ബാലചന്ദ്രൻ ഇങ്ങനെ മെല്ലെ ഇറങ്ങി വന്നതാണ്. അപ്പോൾ ബാലചന്ദ്രൻ ഈ കാര്യങ്ങളൊക്കെ മുകളിൽ നിന്ന് കേൾക്കുന്നുണ്ട് കേട്ടോ. ബബിതയുടെ കാര്യങ്ങളൊക്കെ ബാലചന്ദ്രൻ മുകളിൽ നിന്ന് കേട്ടിട്ടാണ് ഇറങ്ങി വരുന്നത്. അപ്പോൾ താഴേക്ക് ഇറങ്ങി വന്നതിന് ശേഷം അലീനയോട് ചോദിക്കുന്നുണ്ട്,